ഹൈക്കോടതി നിർദ്ദേശം പാലിച്ച് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീച്ച ക്ഷേത്രത്തിൽ ആന എഴുന്നള്ളത്ത് 15 ആനകൾ ശീവേലിയിൽ അണിനിരന്നു. 3 മീറ്റർ അകലമെന്ന കോടതി മാർഗനിർദ്ദേശം കൃത്യമായി പാലിച്ചാണ് എഴുന്നള്ളത്ത് നടത്തിയത്. ആനകൾ തമ്മിലുള്ള അകലത്തിൽ ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഇതിന്റെ അടിസ്ഥാനത്തിൽ 3 മീറ്റർ അകലം പാലിച്ച് ക്ഷേത്രത്തിൽ എഴുന്നള്ളത്ത് നടന്നു. എല്ലാ വർഷത്തെയും പോലെ 15 ആനകളും ക്ഷേത്രത്തിനകത്ത് അണിനിരന്നു. ആശങ്കകൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതായത് ഗവൺമെന്റ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുള്ളത് വലിയൊരു തന്നെയാണ്. മിനിസ്റ്റർ ആയാലും ശരി, മുഖ്യമന്ത്രിയെ കണ്ട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു വനംവകുപ്പ് മന്ത്രി. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ചടങ്ങുകളെല്ലാം ഒരു മുടങ്ങാതെ നടക്കണം എന്ന് തന്നെയാണ് ഗവൺമെന്റിന്റെ നിർദ്ദേശമുണ്ടായിരുന്നു. കോടതിയിലെ ചില പരാമർശങ്ങൾ ചില ആളുകൾക്ക് ആശങ്കകളുണ്ടായിരുന്നു, നമുക്ക് ആശങ്കകളുണ്ടായില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളില്ലെങ്കിൽ നിയമം പാലിച്ചുകൊണ്ടാണ് ഇവിടെ നടന്നു വരുന്നത്. ആനകളും ആളുകളും തമ്മിലുള്ള അകലങ്ങൾ ഇവിടെ കൃത്യമായിട്ടുണ്ട്. പിന്നെ നിൽക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, നമുക്ക് ക്ഷേത്രത്തിനകത്ത് നിറയെ സ്ഥലമുണ്ട്. ആനകളെ പുറത്ത് നിർത്താനുള്ള സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ആനകൾ തീറ്റ വെള്ളം കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. വലിയൊരു കമ്മിറ്റി തന്നെ ഇതിന്റെ പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആശങ്കകളൊന്നുമില്ല. വനംവകുപ്പ് അധികൃതർ ദൂരപരിധി നിശ്ചയിച്ച സ്ഥാനത്ത് ആനകളെ അണിനിർത്തി. അധികൃതരുടെ മേൽനോട്ടത്തിലാണ് ശീവേലി നടന്നത്. 3 മീറ്റർ ദൂരപരിധി പാലിച്ചാൽ 9 ആനകളെ മാത്രമേ എഴുന്നള്ളിക്കാനാകൂ എന്നായിരുന്നു ക്ഷേത്ര ഭാരവാഹികൾ കോടതിയെ അറിയിച്ചത്. എന്നാൽ മാർഗനിർദ്ദേശത്തിൽ കോടതി നിലപാട് കടുപ്പിക്കുകയാണുണ്ടായത്. ആനയില്ലെങ്കിൽ ആചാരങ്ങൾ മുടങ്ങുമോയെന്നും ഹിന്ദുമതം ഇല്ലാതാകുമോയെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു. തുടർന്നാണ് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളോടുകൂടി ശീവേലി നടത്താൻ ദേവസ്വം തീരുമാനിച്ചത്. കൈരളി ന്യൂസ്, കൊച്ചി.